ഹായ്, ഒരു ബിസിനസ്സിൻ്റെ സക്സസ് എന്ന് പറയുന്നത് ഏറ്റവും എഫക്റ്റീവായിട്ട് വർക്ക് ചെയ്യുന്ന ഓഫീസാണ്. ഈ ഓഫീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ ഒരുപാട് ഡിപ്പാർട്ട്മെൻറ്റ്സ് കൂടുന്നൊരിടം കൂടെ അല്ലേ. ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ, അതിൻ്റെ ജോലി സാധ്യതകൾ, ഇതിനെക്കുറിച്ചൊരു ഡിസ്കഷനാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. എൻ്റെ ഒപ്പം ഉള്ളത് റംസീനയാണ്. ഈ ഒരു ഫീൽഡിൽ ചെറുപ്രായത്തിന് ഒരുപാട് എക്സ്പീരിയൻസും നല്ലൊരു പൊസിഷനിലേക്കൊക്കെ എത്തിച്ചേർന്ന ഒരാളാണ്. ഹായ് റംസീന. ഹായ്. സോ റംസീനയുടെ ജേർണി എങ്ങനെയായിരുന്നു ബ്രീഫ് ചെയ്യാമോ? ഞാൻ എൻ്റെ സ്റ്റഡീസിന് ശേഷം ജോബിന് കയറിയിരുന്നു. അപ്പോൾ ഞാൻ ആദ്യത്തെ ഒരു 2 years ഞാനൊരു ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ, അതായത് അഡ്മിനിസ്ട്രേഷനിലായിരുന്നു വർക്ക് ചെയ്തത്. ആദ്യം അഡ്മിൻ അസിസ്റ്റൻ്റ് ആയിട്ടായിരുന്നു, പിന്നീട് അഡ്മിനിസ്ട്രേറ്റർ ലെവലിലേക്ക് പോയി. അത് കഴിഞ്ഞിട്ട് ഞാൻ ആ ഒരു ജോബൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാനൊരു HR പോസ്റ്റിലേക്ക് വരുന്നത്. ഞാനിപ്പോൾ ലാസ്റ്റ് ചെയ്ത ജോബ് HR മാനേജറായിട്ടായിരുന്നു. അവിടെ നിന്നാണ് റിസൈൻ വെച്ചിട്ടാണ് പിന്നെ ഞാൻ ഈ ഒരു ഫാക്കൽറ്റി അല്ലെങ്കിൽ ഈ ഒരു ജോബിലേക്ക് കിടക്കുന്നത്. അപ്പോൾ ഈ HR പൊസിഷനിൽ നിന്ന് ഈ ടീച്ചിങ്ങിലേക്ക് വരാനുള്ള റീസൺ എന്തായിരുന്നു? റീസൺ എന്ന് പറയുമ്പോൾ ഞാനങ്ങനെ ആദ്യമേ ഒരു ഫാക്കൽറ്റി ആവണം അങ്ങനെ വിചാരിച്ചിട്ട് വന്നതല്ല. ഞാൻ ഓഫീസിൽ വർക്ക് ചെയ്യായിരുന്നു. അപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്ന ടൈമിൽ എനിക്ക് തന്നെ പലപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ട് എവിടെ എന്തൊക്കെയോ ഒരു ഇൻകംപ്ലീഷൻ, അതായത് എന്താ പറയുക, ഒരു ബേസിക്കായിട്ട് അറിയാത്ത പോലെ. അപ്പോൾ ആ ടൈമിൽ ഞാൻ ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്, ഈ ഒരു ഓഫീസ് വർക്ക് മാത്രം റിലേറ്റഡ് ആയിട്ട് നമുക്ക് പഠിക്കാൻ പറ്റിയിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്ന്. പിന്നീട് ഞാൻ HR ആയിട്ട് വർക്ക് ചെയ്തു. അത് ആ ടൈമിലും എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്, നമ്മൾ കാൻഡിഡേറ്റ്സിന് റെസ്യൂമൊക്കെ നോക്കുമ്പോൾ. അത് കഴിഞ്ഞ് ഞാൻ ഇങ്ങനെ ഒരു കോഴ്സിനെ കുറിച്ച് അറിഞ്ഞപ്പോൾ എനിക്ക് തോന്നി അവിടെ ഞാൻ ഫാക്കൽറ്റി ആയിട്ടാണെങ്കിൽ എനിക്ക് കുറച്ചുകൂടെ ഒരു പ്രാക്ടിക്കൽ നോളജ് കൂടി ആ വരുന്ന സ്റ്റുഡൻസിന് കൊടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നി. അങ്ങനെയാണ് ഞാൻ ഈ ഒരു ജോബ് ചൂസ് ചെയ്യുന്നത്. റംസീന, നമ്മൾ ഈ ഓഫീസ് സ്റ്റാഫ് എന്ന് കേട്ടിട്ടുണ്ട്, അഡ്മിനിസ്ട്രേറ്റർ എന്ന് കേട്ടിട്ടുണ്ട്. പക്ഷെ ഒരിക്കലും ഒരു ഓഫീസ് അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുന്ന ഒരു കാര്യത്തെക്കുറിച്ച് എല്ലാ ആളുകൾക്കും ഒരു പുതിയൊരു കോൺസെപ്റ്റ് ആയിരിക്കും. ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പറയാമോ അതിനെക്കുറിച്ച്? ഓക്കെ, ഓഫീസ് അഡ്മിനിസ്ട്രേറ്റർ അല്ലെങ്കിൽ ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റ് എന്നൊക്കെയാണ് കൂടുതൽ പറയുന്നത്. ഓഫീസ് അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഒരു അഡ്മിൻ, ഓഫീസിലെ അഡ്മിൻ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ഒരു ഓഫീസ്, അവിടുത്തെ ഒരു ഡേ ടു ഡേ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ അവിടുത്തെ ഓപ്പറേഷൻസ് ആക്ച്വലി ഒരു ഓഫീസ് അഡ്മിൻ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റർ കൊടുക്കുന്ന ഒരു സപ്പോർട്ടാണ്. ബാക്കി ഇപ്പോൾ നമുക്കറിയാം ഒരു ഫേം എടുത്തു കഴിഞ്ഞാൽ അവിടെ HR ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവും, അതുപോലെ ഓപ്പറേഷൻസ്, മാർക്കറ്റിംഗ്, എല്ലാ ഡിപ്പാർട്ട്മെന്റും ഉണ്ടാവും. അപ്പോൾ ഇവർക്കൊരു ബാക്ക് ബോൺ സപ്പോർട്ടാണ് നമ്മുടെ അഡ്മിനിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റ് കൊടുക്കുന്നത്. അതായത് അവരുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവർക്ക് ആ ഒരു ബ്രാഞ്ച് അല്ലെങ്കിൽ അവരുടെ ഒരു ഓഫീസ് ഫുൾ അവർക്ക് മാനേജ് ചെയ്യേണ്ടതായിട്ട് വരും. അതായത് ഈച്ച് ആൻഡ് എവറി കാര്യങ്ങൾ അവർ തന്നെയാണ് നോക്കുന്നത്. എന്നാൽ അത്ര വലിയൊരു പ്രഷറുള്ള ജോബോ അങ്ങനെയൊന്നുമല്ല, നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യുന്നൊരു ഓഫീസ് വർക്ക് തന്നെയാണ്. ബട്ട് ബാക്കി എല്ലാവരെയും സപ്പോർട്ട് ചെയ്യുക, അതായത് ഡെയിലി ഓപ്പറേഷൻസ് ഹാൻഡിൽ ചെയ്യണം, അത് കോർഡിനേറ്റ് ചെയ്യുക, ഓപ്പറേഷൻസ് കോർഡിനേറ്റ് ചെയ്യുക, ഫിനാൻഷ്യൽ പ്ലാനിങ്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് മെയിനായിട്ട് വരുന്നത്. ഒരു ഓഫീസ് വർക്ക് തന്നെയാണ്, ബാക്കിയുള്ള ഡിപ്പാർട്ട്മെന്റിന് സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന ഒരു ഓഫീസ് വർക്ക്. റംസീന, എന്തുകൊണ്ട് +2 കഴിഞ്ഞ അല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞ ഒരാൾ ഈ കോഴ്സ് ചൂസ് ചെയ്യണം എന്നാണ് വിചാരിക്കുന്നത്? അതായത് ഒരു +2 കഴിഞ്ഞ അല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞവരെന്ന് പറയുമ്പോൾ ഒരു എൻട്രി ലെവൽ ജോബാണ് അവർ നോക്കുന്നത്. അങ്ങനെയുള്ളവർക്ക് പറ്റിയ ഒരു ബെസ്റ്റ് ഓപ്ഷനാണിത്. കാരണം ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അത് ഒരു സ്പെസിഫിക് മേഖല അങ്ങനെയൊന്നുമല്ല, നമ്മുടെ ഏത് ഫീൽഡ് എടുത്താലും ഈ ഒരു ജോബ് ഓപ്പർച്യൂണിറ്റി അവിടെ ഉണ്ടാവും. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു ഹോട്ടൽസ്, റിസോർട്ട്സ് എടുക്കുകയാണെങ്കിൽ അവിടെ ഒരു ഓഫീസ് അഡ്മിന് വേണം. അതുപോലെ തന്നെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ എടുക്കുകയാണെങ്കിൽ അവിടെ വേണം. അത് നോർമൽ ഇപ്പോൾ നമ്മുടെ ഓഫീസൊക്കെ എടുക്കുകയാണെങ്കിലും അവിടെയും ഒരു ഓഫീസ് അഡ്മിൻ എന്ന് പറഞ്ഞൊരു വേക്കൻസി ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഒരു എൻട്രി ലെവൽ നോക്കുന്നവർക്ക് വളരെ ഉചിതമായൊരു മേഖലയാണ് ഈ ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. മാത്രമല്ല ഈ ഒരു ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ എടുത്തവർക്ക് ഒരുപാട് എഫേർട്ട് എടുത്തിട്ട് അതായത് അത്യാവശ്യം സ്മാർട്ടാണ്. ഇപ്പം അത്യാവശ്യം കാര്യങ്ങൾ അറിയാവുന്ന ഒരാളാണ്. ഇപ്പോൾ ഒരു ഡിഗ്രി കഴിഞ്ഞവരാണ്, അല്ലെങ്കിൽ ഇപ്പോൾ +2 തന്നെ നമുക്കറിയാം നമ്മുടെ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം എന്ന് പറയുന്നത് അത്യാവശ്യം കമ്പ്യൂട്ടർ നോളജ് ഒക്കെ കൊടുത്തിട്ട് തന്നെയാണ് സ്റ്റുഡൻസ് ഉള്ളത്. അപ്പോൾ അങ്ങനെയുള്ളവരാണെന്നുണ്ടെങ്കിൽ ഇത് വളരെ ഈസി ആയിട്ട് അവർക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ഈ ഓഫീസ് അഡ്മിനിസ്ട്രേറ്റർ പൊസിഷനെ കുറിച്ചൊരു ഡിസ്കഷൻ വരുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ സ്റ്റുഡൻസിനുള്ളൊരു ഡൗട്ടാണ് നമ്മുടെ ഈ ജോലി എന്ന് പറയുന്നത് ഒരു ഫ്രണ്ട് ഓഫീസിലേക്ക് മാത്രം ഒതുങ്ങി പോകുന്നത്. സോ വാട്ട് ഡു യു തിങ്ക് ഓഫ് ദാറ്റ്? ആക്ച്വലി അങ്ങനെ ഒരു ഫ്രണ്ട് ഓഫീസ് മാത്രമല്ല ഈ ഓഫീസ് അഡ്മിൻ എന്ന് പറയുന്നത്. ഒരുപാട് പേർക്ക് അങ്ങനെ ഒരു തെറ്റിദ്ധാരണയുണ്ട്. ഈ ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് റിസപ്ഷനിസ്റ്റ് ആണ് അല്ലെങ്കിൽ ഫ്രണ്ട് ഓഫീസ് ജോബാണ് എന്നുള്ളൊരു ഇതെല്ലാവർക്കും ഉണ്ട്. ആക്ച്വലി അത് മാത്രമല്ല, നമുക്ക് ബാക്ക് ഓഫീസിലേക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അതായത് ഇപ്പോൾ അഡ്മിൻ അസിസ്റ്റന്റ്, അതുപോലെ എക്സിക്യൂട്ടീവ് അസിസ്റ്റന്റ്, ഡാറ്റ ഓപ്പറേറ്റർ, ഈവൻ ബിസിനസ് അനലിസ്റ്റ് എന്ന പോസ്റ്റ് വരെ നമ്മുടെ ഈ അഡ്മിനിസ്ട്രേഷൻ്റെ അണ്ടറിൽ വരുന്നതാണ്. അപ്പോൾ അതിലേക്ക് ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസും സ്കോപ്പും ഒക്കെ ഉണ്ട്. പക്ഷെ അതിലേക്ക് നോക്കാനോ അത് കണ്ടുപിടിക്കാനൊന്നും ആരും തയ്യാറാവുന്നില്ല. ഇത് കേൾക്കുമ്പോൾ തന്നെ ഒരു ഫ്രണ്ട് ഓഫീസാണ് അല്ലെങ്കിൽ റിസപ്ഷനിസ്റ്റ് ആണ് എന്ന് പറയുന്ന അതിനോടൊരു വിമുഖത കാണിക്കുന്നത് പോലെയാണ്. പക്ഷെ അങ്ങനെയല്ല, ആക്ച്വലി ധാരാളം ഓപ്പർച്യൂണിറ്റീസ് വേറെ ഉണ്ട് അതിൽ. ഈ കോഴ്സ് കഴിഞ്ഞ ഒരു സ്റ്റുഡൻറ്റിന് ഏതൊക്കെ ലെവലിലേക്കായിരിക്കും ജോലി കിട്ടുക?
അതായത് എവിടം തൊട്ട് എവിടം വരെ ഒരു വളർച്ച ഉണ്ടാവും? ഓക്കെ, നോർമലി ഒരു ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് കഴിഞ്ഞിറങ്ങുന്ന ഒരു സ്റ്റുഡൻറ്റിന് ആദ്യം തന്നെ നമുക്ക് അറിയാലോ, ഒരു എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാണ് എന്തായാലും ഒരു നമ്മൾ വിചാരിക്കുന്ന രീതിയിലേക്ക് ഒരു ജോബ് കിട്ടുന്നുള്ളൂ. ആദ്യം നമ്മളതിൻ്റെ ഒരു എക്സ്പീരിയൻസിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഒരു ഓഫീസ് അഡ്മിൻ അല്ലെങ്കിൽ ഒരു അഡ്മിനിസ്ട്രേഷൻ പോസ്റ്റിലേക്ക് തന്നെയൊക്കെ ആയിരിക്കും നമുക്ക് വരുന്നത്. അതിനുശേഷം നമ്മുടെ എക്സ്പീരിയൻസും പെർഫോമൻസിൻ്റെ ഒക്കെ ബേസിൽ പിന്നീട് പ്രൊമോഷനും കാര്യങ്ങളും ഉണ്ടാവും. മെയിനായിട്ട് വരുന്ന ജോബ് റോൾ എന്ന് പറയുന്നത് ഈ അഡ്മിൻ, അതുപോലെ അഡ്മിൻ അസിസ്റ്റൻറ്റ്, എക്സിക്യൂട്ടീവ് അസിസ്റ്റൻറ്റ്, ബില്ലിംഗ് ഓപ്പറേറ്റർ, ബില്ലിംഗ് ക്ലർക്ക്, അതുപോലെ ഡാറ്റ ഓപ്പറേറ്റർ, ബിസിനസ് അനലിസ്റ്റ്, അതുപോലെ ധാരാളം ഉണ്ട്. ഇപ്പോൾ MNC ഒക്കെ എടുക്കുകയാണെങ്കിൽ അവിടെ സീനിയർ അസിസ്റ്റന്റ്, ജൂനിയർ അസിസ്റ്റന്റ് എന്നൊക്കെ പറഞ്ഞിട്ട്, അഡ്മിൻ എക്സിക്യൂട്ടീവ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് ഹയർ ചെയ്യുന്നുണ്ട്. അതെല്ലാം ഈ ഒരു ജോബ് റോളാണ്, ഈ ഒരു കോഴ്സിന് അണ്ടറിൽ വരുന്ന ജോബ് റോൾസ് ആണ്. ജോബ് റോൾസിനെ കുറിച്ച് ഏകദേശം ഒരു ക്ലാരിറ്റി ആയി. ഇനി എൻ്റെ ഒരു ഡൗട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏതൊക്കെ ഏരിയാസിലായിരിക്കും ഈ കോഴ്സ് കഴിഞ്ഞ ഒരാൾ പ്ലേസ്ഡ് ആകുന്നത്? ഏരിയാസിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ദിവസേന കാണുന്ന പല ഫീൽഡും ആക്ച്വലി ഈ ഒരു ജോബ് ഓപ്പർച്യൂണിറ്റി ഉള്ളവ തന്നെയാണ്. അതായത് ഇപ്പോൾ ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ എടുത്താലും അവിടെ ഈ ഒരു ഓപ്പണിംഗ് വരുന്നുണ്ട്. ഈ ഒരു ഓഫീസ് അഡ്മിൻ്റെ ഒരു ഓപ്പണിംഗ് അവിടെ ഉണ്ട്. അതുപോലെ തന്നെ ഹോട്ടൽസ് ആൻഡ് റിസോർട്ട്സ്, ഹോസ്പിറ്റൽ, യൂണിവേഴ്സിറ്റീസ്, മാനുഫാക്ചറിങ് കമ്പനീസ്, എക്സ്പോർട്ട് കമ്പനീസ്, ലോജിസ്റ്റിക്സ്, അതുപോലെ ഒരുപാട് ഈ ഒരു രീതിയിൽ വരുന്ന എല്ലാ ഫീൽഡും ഇപ്പോൾ നമുക്ക് ഡെയിലി കാണുന്ന, നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന ഓരോ പ്രൊഡക്ട്സും കാര്യങ്ങളൊക്കെ നമുക്കറിയാലോ, ഓരോരോ ടൈപ്പിലുള്ളവയാണ്. അപ്പം ഇതിൻ്റെ എല്ലാം പിന്നിൽ ഓരോ ഫീൽഡ് അല്ലെങ്കിൽ ഓരോ ഇൻഡസ്ട്രിയാണ്. ഇതിലൊക്കെ നമ്മുടെ ഈ ഒരു ജോബ് ഏരിയ തന്നെയാണ് ഉള്ളത്. നമ്മളുടെ ഈ ഡിസ്കഷൻ കണ്ടുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസ് ഇൻക്ലൂഡിങ് മീ ഉള്ള ഡൗട്ടാണ്, എന്തൊക്കെ ക്വാളിഫിക്കേഷനാണ് ഈ ഒരു കോഴ്സ് പഠിക്കാൻ ആവശ്യമുള്ളത്? ക്വാളിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേകിച്ചൊരു എന്താ പറയുക, ഒരു PGയോ അങ്ങനെയുള്ളതൊന്നും വേണമെന്നില്ല. ഈവൻ +2 കഴിഞ്ഞവർക്ക് വരെ ലേൺ ചെയ്യാൻ പറ്റിയൊരു കോഴ്സാണിത്. +2 കഴിഞ്ഞവർ, ഡിഗ്രി കഴിഞ്ഞവർ, അതുപോലെ ഇപ്പോൾ PG കഴിഞ്ഞവരാണ് ഒരു ജോബ് നോക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കോഴ്സാണ് ആക്ച്വലി. അതിന് പുറമെ ഇപ്പോൾ ഒരു കരിയർ ഗ്യാപ്പ് വന്നവരുണ്ടാവും. ഇപ്പോൾ ഏതെങ്കിലും കാരണവശാൽ ജോബ് നിർത്തിയിട്ട് ഒരു റെസ്റ്റ് എടുക്കുന്നവർ വീട്ടിലിരുന്ന് അവരൊരു പുതിയൊരു ഓപ്പണിംഗ് നോക്കുമ്പോൾ, ഇപ്പോൾ ചെയ്തിരുന്ന ഫീൽഡ് വേണ്ട, ഇനിയൊരു പുതിയ ഫീൽഡ് വേണമെന്ന് കരുതിയിട്ട് പുതിയൊരു ഫീൽഡ് നോക്കുന്നവർക്കും ഈ ഒരു കോഴ്സ് ചെയ്തിട്ട് ഈ പറയുന്ന പോലെ ഒരു എന്താ പറയുക കരിയർ ചേഞ്ച് ചെയ്യാൻ പറ്റിയൊരു ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ വീട്ടമ്മമാരുണ്ടല്ലോ, ഇപ്പോൾ വീട്ടിലിരുന്ന് മടുത്തിട്ട് ജോബ് നോക്കുന്നവരുണ്ടാവും. അപ്പോൾ അവരെ സംബന്ധിച്ച് അവർ ഓൾറെഡി ഈ ഒരു പഠിത്തം കഴിഞ്ഞ ഇത്രയും നാളായി, അല്ലെങ്കിൽ അവരുടെ ലാസ്റ്റ് PGയോ UG കഴിഞ്ഞിട്ട് ഇത്രയും നാളായവരായിരിക്കും. അപ്പോൾ അവരെ സംബന്ധിച്ച് ഇനിയൊരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ ചെന്ന് പഠിക്കാന്നൊക്കെ പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വളരെ അത്രയും എഫേർട്ട് ഇടാതെ തന്നെ എന്താ പറയുക ലേൺ ചെയ്യാൻ പറ്റിയൊരു കോഴ്സാണിത്. അപ്പോൾ ഈ നേരത്തെ പറഞ്ഞ പോലെ ഡിഗ്രി കഴിഞ്ഞവർക്കും +2 കഴിഞ്ഞവർക്കും വീട്ടമ്മമാർക്കും കരിയർ ഗ്യാപ്പ് ഉള്ളവർക്കും ഇനി പുതിയൊരു കരിയറിലേക്ക് നോക്കുന്നവർക്കൊക്കെ വളരെ അനുയോജ്യമായതാണിത്. നമ്മുടെ സ്റ്റുഡൻസിന് മിക്കവർക്കുള്ളൊരു ഡൗട്ടാണ്, ജോബ് സ്റ്റാർട്ട് ചെയ്തപ്പോഴും എൻട്രി ലെവലിലായിരിക്കും അല്ലേ? അതെ. അപ്പോൾ എൻട്രി ലെവലിൽ തന്നെ എപ്പോഴും ഇങ്ങനെ ട്രാപ്ഡായി പോകും? സത്യം പറഞ്ഞാൽ ഒരുപാട് പേർക്കുള്ളൊരു സംശയമാണ്, അല്ലെങ്കിൽ പലരെയും ഈ ഒരു ഫീൽഡിൽ നിന്ന് എന്താ പറയുക അത് ചെയ്യാതിരിക്കാൻ പിന്തിരിപ്പിക്കുന്ന ഒരു സംശയം കൂടിയാണ് ഇപ്പോൾ ചോദിച്ചത്. ആക്ച്വലി നമ്മൾ ഇപ്പോൾ എൻട്രി ലെവൽ അഡ്മിനായിട്ട് കയറാണ്, അല്ലെങ്കിൽ ഒരു അഡ്മിൻ അസിസ്റ്റൻ്റ് ആയിട്ട് കയറാണെങ്കിൽ നമ്മൾ ഒരിക്കലും അവിടെ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യാൻ പോകുന്നില്ല. നമ്മൾക്ക് ആ ഒരു ആക്ച്വലി ഒരു CEO വരെയുള്ള പോസ്റ്റിലേക്ക് നമുക്ക് കരിയർ ഗ്രോത്ത് ഉണ്ടാവും. പക്ഷേ അതുപോലുള്ള ഒരു പെർഫോമൻസും എക്സ്പീരിയൻസും നമുക്ക് വേണം. അല്ലാതെ നമ്മളൊരു ജോബിൽ എൻട്രി ലെവലിൽ കയറി 2 വർഷം കഴിയുമ്പോൾ എനിക്ക് CEO ആവണം എന്ന് പറഞ്ഞാൽ നോട്ട് പോസിബിൾ. നമ്മൾ അതുപോലെ പെർഫോം ചെയ്യുകയാണ് ആ ഒരു കമ്പനിയിൽ, നമ്മൾ ആ ഒരു കമ്പനിയുടെ വളർച്ചയ്ക്കും അവിടെ നിൽക്കുകയാണെങ്കിൽ നമുക്കും കരിയർ ഗ്രോത്ത് ഉണ്ടാവും. അതുപോലെ തന്നെ കമ്പനിക്കും ഗ്രോത്ത് ഉണ്ടാവുമ്പോൾ ഒബ്വിയസ്ലി നമുക്ക് ആ ഒരു നേരത്തെ ഞാൻ പറഞ്ഞൊരു പൊസിഷൻ വരെ എത്താനുള്ള സ്കോപ്പ് ഈ ഒരു ഫീൽഡിലുണ്ട്. വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മളിപ്പോൾ കാര്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്തു. അപ്പോഴും മിക്ക സ്റ്റുഡൻസിനുള്ള ഡൗട്ടായിരിക്കും, ഈ കോഴ്സ് എത്ര നാളുകൊണ്ട് പഠിച്ചു തീർക്കാന്നുള്ളത്. ഈ കോഴ്സിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് ഒരു 2 months ആണ്. 2 months എന്ന് പറയുമ്പോൾ ആ ഒരു കാലയളവിൽ, ചുരുങ്ങിയ കാലയളവിനുള്ളിൽ തന്നെ 60 ദിവസം കൊണ്ട് തന്നെ നമ്മൾ പഠിപ്പിച്ച് തീർക്കുന്ന രീതിയിലാണ് നമ്മൾ ആ ഒരു സിലബസ് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. മാത്രമല്ല ഈ സിലബസിനെ കുറിച്ച് പറയുമ്പോൾ ഒരു ഓഫീസിലുള്ള കാര്യങ്ങൾ മാത്രമല്ല, ഇവൻ അവരിപ്പോൾ അത് പഠിച്ച് പുറത്ത് പോയതിനു ശേഷം അവർ വർക്ക് ചെയ്യാൻ വന്ന എല്ലാ ഫീൽഡും പല പല ഫീൽഡായിരിക്കും. അപ്പം നമ്മൾ ഓരോ ഫീൽഡിനെ കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് ആ ഒരു സിലബസിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 60 ദിവസം കൊണ്ട് നമുക്കറിയാം ഒരു 2 months കോഴ്സ് പഠിച്ച് കഴിയാന്ന് പറഞ്ഞാൽ അപ്പോൾ ഡൗട്ട് ഉണ്ടാവും, ഇത് കംപ്ലീറ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് ഉണ്ടാവുമോ എന്നുള്ളതുണ്ടാവും. സത്യം പറഞ്ഞാൽ അതിൽ നമ്മളൊരു മൾട്ടി ടാസ്കിങ് കൂടിയാണ് ഈ ഒരു 2 monthsനുള്ളിൽ പഠിച്ച് കഴിയാന്നുള്ളത്. അത്രമാത്രം ഡീറ്റെയിൽ ആയിട്ടും എന്നാൽ വളരെ ഷോർട്ടായിട്ടും എഫേർട്ട് കുറവിൽ പഠിക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ ആ സിലബസ് ചെയ്തിരിക്കുന്നത്. കോഴ്സിന്റെ ഡീറ്റെയിൽസ് എല്ലാം കൃത്യമായിട്ട് പറഞ്ഞു, ഏരിയാസ് പറഞ്ഞു, റെസ്പോൺസിബിലിറ്റീസ് പറഞ്ഞു.
എത്ര നാൾ പഠിക്കണം എന്ന് പറഞ്ഞു, ആര് പഠിക്കണം എന്ന് പറഞ്ഞു. ഇനി ഒരു കാര്യം ചോദിച്ചോട്ടെ, ഞാൻ ഈ കോഴ്സ് പഠിച്ചാൽ അല്ലെങ്കിൽ ഏതെങ്കിലും സ്റ്റുഡൻസ് ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്താൽ അവർക്ക് ഏത് ലെവൽ വരെ സാലറി കിട്ടുമായിരിക്കും? ഓക്കെ, സാലറിനെ കുറിച്ച് പറയുമ്പോൾ ആസ് പെർ കമ്പനി സ്റ്റാൻഡേർഡ്, അതാണ് എല്ലാ കമ്പനികളുടെയും സാലറിനെ കുറിച്ചുള്ള ഒരു പോളിസി. പൊതുവെ അങ്ങനെ തന്നെയാണ്. അവരൊരു എന്താണ് സാലറി എക്സാക്റ്റ് എത്രയാണ് ഞങ്ങൾ കൊടുക്കുന്നത് എന്നുള്ളത് ആരും പറയാറില്ല. ഇപ്പോൾ ഒരു ഫ്രഷർ, ഒരു PGയോ UGയോ കഴിഞ്ഞ ഒരു ഫ്രഷർ ആണെങ്കിൽ അവർക്ക് സ്റ്റാർട്ടിങ് സാലറി എന്ന് പറയുന്നത് ഒരു 10 to 20K വരെയൊക്കെയാണ് മാക്സിമം വന്ന് അവർക്ക് കിട്ടുന്നത്. ഈ ഒരു ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് കഴിഞ്ഞ് ഇറങ്ങുന്ന ഒരു വ്യക്തിയാണെങ്കിലും ഒരു സ്റ്റാർട്ടിങ് നമുക്കൊരു ആ റേഞ്ചിൽ തന്നെയാണ് ഏകദേശം വരുന്നത്. പിന്നീട് നമ്മൾ ഒരു കമ്പനിയിൽ കയറി കഴിഞ്ഞിട്ടുള്ള നമ്മുടെ പെർഫോമൻസ്, നമ്മൾ ആ കമ്പനിക്ക് കൊടുക്കുന്ന ഔട്ട്കം പോലെ ഇരിക്കും നമ്മുടെ ഒരു സാലറി ഗ്രോത്തും. നമ്മുടെ കരിയർ ഗ്രോത്ത് എന്താണോ അത് തന്നെ ആയിരിക്കും നമ്മുടെ സാലറി ഗ്രോത്ത്. അപ്പോൾ നമുക്കൊരു എക്സാക്ട് ഇത്ര കിട്ടും എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു സ്റ്റുഡൻറ്റിനെ എന്താ പറയുക ആ ഒരു കോഴ്സിലേക്ക് ചേർക്കാനോ അതുപോലെ അവരെ പഠിപ്പിച്ചെടുക്കാനോ പറ്റില്ല. നമുക്ക് സാലറി റേഞ്ച് വരുന്നത് ഈ സ്റ്റാർട്ടിങ് ഇങ്ങനെ, പിന്നീട് നമ്മുടെ പെർഫോമൻസിൻ്റെ ബേസിലാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു പോസ്റ്റൊക്കെ CEO ഒക്കെ ആകുമ്പോൾ നമുക്കറിയാം ഏത് റേഞ്ച് വരെ സാലറി പോകാന്നുള്ളത്. എന്നാലും ഒരു സ്റ്റാർട്ടിങ് അങ്ങനെയാണെങ്കിലും പിന്നീട് എക്സ്പീരിയൻസ് വെച്ചിട്ട് അത് മാക്സിമം കൂടി തന്നെയാണ് കിട്ടുന്നത്. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന മിക്കവരുടെയും ആലോചനയാണ് ഞാനിപ്പോൾ മാമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. മോൾ തിങ്ക് ഓഫ് ഇറ്റ് എന്ന് പറയണം കേട്ടോ. അതായത് ഇതിന് മുന്നേ ഓഫീസ് ഉണ്ടായിരുന്നു, അതെ, ആ ഓഫീസിലൊക്കെ ഓഫീസ് അഡ്മിനിസ്ട്രേറ്റേഴ്സും ഉണ്ടായിരുന്നു. പിന്നെ എന്തിനാണ് ഈ ഒരു പുതിയ കോഴ്സ്, അതിൻ്റെ റെലവൻസ് എന്താണ്? ഓക്കെ, അതിനെക്കുറിച്ച് പറയുമ്പോൾ ആക്ച്വലി ഒരു നമുക്ക് അർച്ചന പറഞ്ഞ പോലെ തന്നെ നേരത്തെ ഉണ്ടായിരുന്ന ഓഫീസ്, അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫും ഉണ്ടായിരുന്നു, ഓഫീസ് അഡ്മിൻ. സത്യം പറഞ്ഞാൽ ഇപ്പോഴാണ് ഈ ഒരു ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ ഈ ഓഫീസ് അഡ്മിൻ എന്നൊക്കെ പറഞ്ഞ ഒരു റോള്, ജോബ് റോള്, ഈ ഒരു കോഴ്സൊക്കെ ഇപ്പോഴാണ് കുറച്ചുകൂടി ആൾക്കാർക്ക് അറിയാൻ തുടങ്ങിയത്. മുമ്പ് ഉണ്ടായിരുന്നു ഈ ഒരു സെയിം റോളും ഈ ജോബ് റോളൊക്കെ, പക്ഷെ ആർക്കും അറിയില്ല. എല്ലാവരും ഓഫീസ് സ്റ്റാഫ്, അതിപ്പോൾ അവിടുത്തെ സീനിയർ സ്റ്റാഫ് ആയാലും ജൂനിയർ സ്റ്റാഫ് ആയാലും എല്ലാവരും ഓഫീസ് സ്റ്റാഫ് എന്ന് പറഞ്ഞൊരു ജോബ് റോളായിരുന്നു അറിയപ്പെട്ടിരുന്നത്. ഇപ്പോൾ ഇത് അവർ പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ പറയുന്ന ഈ ഓഫീസ് അഡ്മിൻ അല്ലെങ്കിൽ ഈ ഒരു ഓഫീസ് അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുമ്പോൾ ഡിഫറൻസ് ഉണ്ട്. നമ്മൾ നോർമൽ അവിടെ ഇരിക്കുന്നവരെ പോലെയല്ല. ഇപ്പോൾ നമുക്കറിയാം ഈ ഒരു ജോബ് റോൾ അല്ലെങ്കിൽ ഈ ഒരു കോഴ്സിൻ്റെ അറിയില്ലാത്തവരാണെങ്കിൽ നേരത്തെ ജോയിൻ ചെയ്തിട്ട് അവിടെ ഇരിക്കുന്ന ഒരു അഡ്മിൻ ആണെന്നുണ്ടെങ്കിൽ അവർ അതിൽ തന്നെ ആയിരിക്കും കണ്ടിന്യൂസ് ഒരു 6-7 വർഷം വർക്ക് ചെയ്തിട്ടുണ്ടാവുക. ഒരു കരിയർ ഗ്രോത്ത് അവർക്ക് ഉണ്ടായിന്ന് വരില്ല. മാത്രമല്ല സാലറി പറഞ്ഞ പോലെ അവരുടെ കമ്പനി കൊടുക്കുന്ന എന്തെങ്കിലും വളരെ ചെറിയൊരു എമൗണ്ട് ഇയർലിയൊക്കെ കൂട്ടിക്കൊടുക്കും. അവർക്കത് മതി. അവർ ആ ഒരു എന്താ പറയുക ആ ഒരു സാലറിയും ആ ഒരു കരിയർ ഗ്രോത്തിനെ കുറിച്ച് അങ്ങനെ അവർക്കൊരു ചിന്തയൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അവരവിടെ എത്ര നാൾ വേണമെങ്കിലും വർക്ക് ചെയ്ത് നിൽക്കും. പക്ഷെ നമ്മൾ ഈ പറയുന്നത് അതിനെക്കുറിച്ചല്ല. നമ്മൾ പ്രോപ്പറായിട്ട് ഒരു ട്രെയിനിങ് ആണ് കൊടുക്കുന്നത്. പ്രാക്ടിക്കൽ നോളജ്, ഒരു ബുക്കിൽ കുറച്ച് എന്താ പറയുക തിയറി കൊടുക്കുന്നതിനേക്കാൾ ഉപരി പ്രാക്ടിക്കൽ നോളജ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് ഇപ്പോൾ ഒരു കമ്പനിയിൽ ചെന്ന് കഴിഞ്ഞാൽ അതിൻ്റെ ബേസിക് ഒരു കമ്പനി എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ്സ് എങ്ങനെയാണ്, അവരുടെ ഒരു ഓർഗനൈസേഷൻ സ്ട്രക്ചർ എന്താണ്, അവിടുത്തെ കൾച്ചർ എന്താണ്, അങ്ങനെ ഒരു കമ്പനിയിൽ ചെന്ന് കഴിയുമ്പോൾ A to Z എന്തൊക്കെ അവിടെ നടക്കുന്നുണ്ട്, എങ്ങനെയൊക്കെയാണ് അതിന് അവർ ആ സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത്, എത്ര ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട്, ഇതൊന്നും അറിയാതെയാണ് മുമ്പുള്ളവർ ഓഫീസ് അഡ്മിൻ അല്ലെങ്കിൽ ഒരു ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫ് എന്ന് പറഞ്ഞിട്ട് പോയിരിക്കുക. അവർക്ക് ആ ടൈമിൽ ഒരു 1 വീക്ക് കൊണ്ട് കൊടുക്കുന്ന ഒരു നോർമൽ ട്രെയിനിങ്. ഇപ്പോൾ അവർ ചെയ്യുന്ന ഡ്യൂട്ടി, ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം, ഇപ്പോൾ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ എടുക്കാം. അപ്പോൾ അവിടെ അവർ ചെയ്യുന്ന ഡ്യൂട്ടി എന്ന് പറയുന്നത് രജിസ്ട്രേഷൻ ആയിരിക്കാം, സ്റ്റുഡൻസിൻ്റെ രജിസ്ട്രേഷൻ ആയിരിക്കാം, ഫീ രജിസ്ട്രേഷൻ ആയിരിക്കാം. അത് മാത്രം ഒരു 1 വീക്ക് കൊണ്ട് അവർ പഠിക്കുന്നു. ലൈഫ് ലോങ് അല്ല, ഒരു 5 years കണ്ടിന്യൂസ് അത് തന്നെ ചെയ്യുന്നു. പ്രത്യേകിച്ച് അവർക്ക് ഒന്നും അവർ പഠിക്കുന്നില്ല. ഇപ്പോൾ ഒരു സ്കില്ലാണെങ്കിലും, ഇപ്പോൾ ഒരു സോഫ്റ്റ്വെയറിനെ കുറിച്ചിട്ടാണെങ്കിലും അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിക്കേഷൻ സ്കിൽ, അങ്ങനെ ഒന്നും തന്നെ പ്രത്യേകിച്ച് ഉണ്ടാവുന്നില്ല. ബാക്കി ഡിപ്പാർട്ട്മെൻറ്റ്സിൽ എന്താ നടക്കുന്നത്, ഈ കമ്പനിയിൽ എന്താ നടക്കുന്നത്, അങ്ങനെ യാതൊരുവിധ ബാക്കിയുള്ളതിനെ കുറിച്ചൊന്നും അവർക്ക് അറിവുണ്ടാവില്ല. അവരവരുടെ റോള്, അവർ കൊടുത്തിരിക്കുന്ന ജോബ് റോള് അതിൽ മാത്രം ഒതുങ്ങിത്തീരും. അപ്പോൾ നമുക്ക് പുതിയതായിട്ടൊന്നും എക്സ്പ്ലോർ ചെയ്യാനോ അല്ലെങ്കിൽ ലേൺ ചെയ്യാനോ അതുവഴി പറ്റില്ല. പക്ഷെ നമ്മൾ ഈ ഒരു കോഴ്സ് പഠിച്ചിട്ടാണ് നമ്മൾ ഒരു ഓഫീസിൽ വർക്കിന് കയറുന്നതെങ്കിൽ നമുക്ക് കരിയർ ഗ്രോത്ത് ഉണ്ടാവും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു CEO പോസ്റ്റ് വരേക്കും നമുക്ക് കരിയർ ഗ്രോത്ത് ഉണ്ടാവും. കാരണം അതിന് മാത്രമുള്ളൊരു നോളജ് അല്ലെങ്കിൽ അതിന് മാത്രമുള്ളൊരു സിലബസാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ സിലബസിനെ കുറിച്ച് പറയുമ്പോൾ ഞാൻ പറയാണ്, നമ്മളതിലൊരു ഓഫീസിൽ എന്താണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഒരു ഓഫീസ് വർക്ക് എന്താണെന്നല്ല നമ്മൾ പഠിപ്പിക്കുന്നത്. പകരം ഒരു ഓഫീസ് എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്, അതിലെങ്ങനെയാണ് ഡിപ്പാർട്ട്മെൻറ്റ്സ് വന്നിരിക്കുന്നത്, അതെങ്ങനെയാണ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്, ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലേക്കും ആസ് ആൻ അഡ്മിൻ അവരുടെ കോൺട്രിബ്യൂഷൻ എന്താണ്, അവരത് എങ്ങനെയാണ് കോർഡിനേറ്റ് ചെയ്യേണ്ടത്. ഇപ്പോൾ നമ്മൾ ചില കമ്പനിയിൽ, ഇപ്പം മിക്ക കമ്പനിയിൽ അങ്ങനെ തന്നെയാണ്. നമ്മളിപ്പോൾ MNC ഒക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം
ഈ ഒരു അഡ്മിൻ ജോബ് റോളിലേക്ക് ഇരിക്കുന്നവരാണ്. അപ്പോൾ അവിടുത്തെ ഒരു മീറ്റിംഗ് കാര്യങ്ങളൊക്കെ വരുന്ന മീറ്റിംഗ് ഷെഡ്യൂൾ ചെയ്യുക, അത് ഇൻവിറ്റേഷൻ കൊടുക്കുക, മെയിൽ അയക്കുക. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇതിലൂടെ പ്രാക്ടിക്കൽ നോളജ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. മുമ്പുള്ളവരെന്ന് പറഞ്ഞാൽ ഇതൊന്നും അറിയില്ല. അതുകൊണ്ട് തന്നെയാണ് അവർക്ക് ആ കരിയർ ഗ്രോത്ത് ഇല്ലാത്തത്. ഇപ്പോൾ മെയിലിൽ ഡ്രാഫ്റ്റ് ചെയ്യാന്നൊക്കെ പറയുന്നത് വളരെ സിമ്പിളായിട്ട് തോന്നിയേക്കാം, പക്ഷെ നമ്മളത് പ്രാക്ടിക്കലാക്കാൻ നേരിട്ടത് അങ്ങനെയല്ല. നമ്മൾ ജോബിൽ ചെന്നിരിക്കുന്ന ആൾക്ക് ഭയങ്കര കൺഫ്യൂഷൻ. ഇതിപ്പോൾ ഫ്രമും ടൂവും വരെ മാറിപ്പോകുന്ന രീതിയിൽ ഒന്നാമത് അവർ ആ ഒരു ഫസ്റ്റ് ഇതായതുകൊണ്ടാണ്. പക്ഷെ അതുവരെ പ്രശ്നമാണ് നമുക്ക്. പിന്നെ അതിനൊരു ഫോർമാറ്റ് ഉണ്ട്, നമ്മൾ യൂസ് ചെയ്യുന്ന വേർഡ്സിൽ വ്യത്യാസം വരും. ഇപ്പോൾ പ്രപ്പോസൽ മെയിൽ എന്നൊക്കെ പറഞ്ഞാൽ പലർക്കും അറിയില്ല, അത് എന്താണെന്ന് പോലും അറിയില്ലാത്തവരുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഈ സിലബസിൽ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ MNC-ലേക്കാണെങ്കിൽ മീറ്റിംഗ് ഷെഡ്യൂൾ ചെയ്യുക, അതുപോലെ തന്നെ പ്രൊജക്റ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ പ്രസന്റേഷൻ പ്രിപ്പയർ ചെയ്യുക. പിന്നെ ട്രാവൽ മാനേജ്മെന്റ് എന്ന് പറയും, കലണ്ടർ മാനേജ്മെന്റ് എന്നൊക്കെ പറയും. അതായത് അവരുടെ CEO അങ്ങനെയുള്ളവരൊക്കെ എന്തെങ്കിലും മീറ്റിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവരെ നമ്മൾ ടൈമിൽ നോട്ടിഫൈ ചെയ്യുക, മീറ്റിംഗ് കാര്യങ്ങളൊക്കെ അവർക്ക് നോട്ടിഫൈ ചെയ്ത് കൊടുക്കണം. അതാണ് ഈ കലണ്ടർ മാനേജ്മെന്റ് എന്ന് പറയുക. ട്രാവൽ മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ അവർക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്യുക, അവരുടെ സ്റ്റേയും കാര്യങ്ങളൊക്കെ നോക്കുക, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും വരുന്നുണ്ട്. നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരു നമ്മൾ കാണിക്കുന്ന ബുദ്ധിമുട്ടുണ്ടല്ലോ, ഇതൊരു ഫ്രണ്ട് ഓഫീസ് അങ്ങനെയല്ല. നമ്മൾ ആക്ച്വലി ഈ ഒരു ജോബ് ചെയ്താണ് നമ്മൾ ഒരു കരിയർ ഗ്രോത്ത് വന്നിട്ടാണ് നമ്മൾ അവരെത്തുന്ന ആ CEO പോസ്റ്റ് വരെ എത്തുന്നത്. അപ്പോൾ ഞാൻ പറയുന്നത് ഈ ഒരു കോഴ്സ് എന്ന് പറയുന്നത് നമ്മൾ സിലബസ് ചെയ്തിരിക്കുന്നത് അതിൽ ഹ്യൂമൻ റിസോഴ്സ് വരുന്നുണ്ട്, ബേസിക് അക്കൗണ്ടിങ് കാര്യങ്ങളുണ്ട്, അതുപോലെ കമ്മ്യൂണിക്കേഷൻ ലാംഗ്വേജ് ട്രെയിനിങ് കൊടുക്കുന്നുണ്ട് നമ്മൾ. പിന്നെ ഇപ്പം നമുക്കറിയാം ഏറ്റവും ഈ ഒരു ടൈമിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ പ്രാധാന്യം എന്താ നമുക്കറിയാം. അതിൻ്റെയും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഈ സിലബസിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഹോസ്പിറ്റാലിറ്റി, റിസപ്ഷൻ ആൻഡ് ഹോസ്പിറ്റാലിറ്റി, ഒരു കസ്റ്റമേഴ്സിനോട് എങ്ങനെയാണ് ബിഹേവ് ചെയ്യേണ്ടത് പലർക്കും അറിയില്ല. ഇപ്പം മുൻപ് അർച്ചന ചോദിച്ച പോലെ മുമ്പുണ്ടായിരുന്ന സ്റ്റാഫ് ഇപ്പോഴും നിൽക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അവർക്കൊരു കരിയർ ഗ്രോത്ത് ഇല്ലാത്തതിന്റെ മെയിൻ റീസൺ അവർ ഏത് ഫീൽഡിലാണോ അവിടെ തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത്. കാരണം അവർക്ക് അറിയില്ല ഇതിലിപ്പോൾ വേറൊരു ഫീൽഡിലേക്ക് പോയി കഴിഞ്ഞാൽ എങ്ങനെ അവിടെയുള്ള കസ്റ്റമേഴ്സിനെ ഹാൻഡിൽ ചെയ്യണമെന്ന് അവർക്ക് അറിയില്ല. അപ്പോൾ ഇതൊരു ട്രെയിനിങ് കൊടുത്താലാണെങ്കിൽ ആൾക്ക് നമ്മൾ ഓരോ ഫീൽഡിലെയും കാര്യങ്ങൾ പഠിപ്പിച്ചോളൂ. നമുക്ക് ലോജിസ്റ്റിക്സിനെ കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ ആ ഒരു ഫീൽഡിനെ കുറിച്ചൊരു അറിവ് കിട്ടിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് അവിടുത്തെ കസ്റ്റമേഴ്സിനെ ഹാൻഡിൽ ചെയ്യാനും അവർക്കൊരു പോസിറ്റീവ് ഫീഡ്ബാക്ക് കൊടുക്കാനും വളരെ ഹെൽപ്പ് ചെയ്യും. അപ്പം അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ സിലബസിൽ ഇൻക്ലൂഡഡ് ആണ്. അതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു 5 വർഷം മുമ്പത്തെ ഒരു ഓഫീസ് സ്റ്റാഫ് അല്ല ഇന്നത്തെ ഓഫീസ് അഡ്മിൻ. രണ്ട് സ്ഥലങ്ങളിലാണ് നിൽക്കുന്നത്. AI സോഫ്റ്റ്വെയർസിനൊക്കെ മെൻഷൻ ചെയ്തപ്പോൾ ഈ കോഴ്സിൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ കോഴ്സിൽ നമ്മൾ ഇൻകൾക്കേറ്റ് ചെയ്യുന്ന സോഫ്റ്റ്വെയർസ് ഏതൊക്കെയാണ്? സോഫ്റ്റ്വെയർ നമ്മളിപ്പോൾ അക്കൗണ്ടിങ് സോഫ്റ്റ്വെയറിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട്. ഇപ്പം എനിക്ക് തോന്നുന്നു ഓൾറെഡി +2 കഴിഞ്ഞവർ UG കഴിഞ്ഞവരൊക്കെ ആണെങ്കിൽ അത്യാവശ്യം അവർക്ക് ടാലിയും കാര്യങ്ങളൊക്കെ അറിയാവുന്നതാണ്. അതുകൊണ്ട് നമ്മളൊരു സോഫ്റ്റ്വെയറിലേക്ക് അവർക്ക് ബേസിക് നോളജാണ് അക്കൗണ്ടിങ്ങിൻ്റെ കൊടുക്കുന്നത്. പിന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ നമ്മൾ അതിൻ്റെ ബേസിക് കാര്യങ്ങളാണ്, അങ്ങനെ ഒരു സോഫ്റ്റ്വെയർ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നില്ല. പിന്നെ നമ്മൾ കൊടുക്കുന്നത് എക്സൽ, വേഡ് അങ്ങനെയുള്ളതിൻ്റെയൊക്കെ എല്ലാ A to Z കാര്യങ്ങൾ അവരെ പ്രാക്ടിക്കൽ നോളജിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. കാരണം ഒരു ഓഫീസ് വർക്ക് അല്ലെങ്കിൽ ഒരു അഡ്മിൻ എന്നൊക്കെ പറയുമ്പോൾ ഏറ്റവും കൂടുതൽ ആവശ്യം വരുന്നത് അറിയാലോ എക്സൽ, വേർഡൊക്കെയാണ് കൂടുതലും ആവശ്യം വരിക. അപ്പം അതിൻ്റെ A to Z കാര്യങ്ങൾ നമ്മൾ കൊടുക്കുന്നുണ്ട്, പ്രാക്ടിക്കൽ സൈഡ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഈ വീഡിയോ കണ്ടിരിക്കുന്ന സ്റ്റുഡൻസിൽ മെജോറിറ്റി പേരും വളരെ മടിയന്മാരായിരിക്കും. അവരാലോചിക്കുന്നുണ്ടാവും എന്തുകൊണ്ട് എനിക്ക് ഈ കോഴ്സ് വീട്ടിലിരുന്നിട്ട് ലാപ്ടോപ്പ് യൂസ് ചെയ്തോ അല്ലെങ്കിൽ മൊബൈൽ യൂസ് ചെയ്തൊക്കെ പഠിച്ചുകൂടാണ്. അപ്പോൾ എന്താണ് ചിന്തിക്കുന്നത് അതിനെക്കുറിച്ച്? അതായത് ഓഫ്ലൈൻ ആണോ ഓൺലൈൻ ആണോ ബെറ്റർ? നമുക്കറിയാം ഒരു 5 years മുമ്പാണ് ഈ ഓൺലൈൻ രീതി വന്നത്. അപ്പോൾ ആ ടൈമിൽ അങ്ങനെ ഇരുന്നിരുന്ന് എല്ലാവർക്കും അതിനോടാണ് താല്പര്യം. രണ്ടും നല്ലത് തന്നെയാണ്. നമുക്കറിയാം കൊറോണ ടൈമിലൊക്കെ നമ്മൾ ഓൺലൈൻ ക്ലാസ്സസ് തന്നെയായിരുന്നു അറ്റൻഡ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ രണ്ടും നല്ലത് തന്നെയാണ്. പിന്നെ കുറച്ചുകൂടി എഫക്റ്റീവായിട്ട് പറയുകയാണെങ്കിൽ ഓഫ്ലൈൻ ആണ് നല്ലത്. കാരണം നമുക്കറിയാം ഇത് കമ്മ്യൂണിക്കേഷൻ ഇതിലൊക്കെ വരുന്നുണ്ട്. അപ്പോൾ കുറച്ചുകൂടെ നമ്മൾ ഡയറക്റ്റ് ക്ലാസ് അറ്റൻഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആ ഒരു എഫക്റ്റ് നമുക്ക് ഒരിക്കലും ഒരു ഓൺലൈൻ വഴി അത്രയും കിട്ടും, പക്ഷെ അവർ ആ ഒരു രീതിയിൽ കിട്ടില്ല. അതുപോലെ തന്നെ ഒരു റിയൽ ക്ലാസ് റൂം ഫീലിംഗ് ഒക്കെ നമുക്ക് കിട്ടണമെങ്കിൽ നമ്മുടെ ക്ലാസ്സിൽ നമ്മുടെ ഫ്രണ്ട്സിനൊപ്പം വന്നിരുന്ന് പഠിക്കുമ്പോൾ നമുക്ക് ഡൗട്ട്സ് ക്ലിയർ ചെയ്യാനും ഒക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും. ഡെയിലി ക്ലാസ്സിൽ വരാനും അതുപോലെ തന്നെ പഠിക്കാനും ഇരിക്കാനും ഒക്കെ. അപ്പോൾ അതെ എല്ലാം എളുപ്പമാണ്, നമുക്ക് എളുപ്പമാണ്, അവർക്ക് എളുപ്പമാണ്. കുറച്ചുകൂടെ ഈസി മെത്തേഡ് എന്ന് പറയുന്നത് ഓഫ്ലൈൻ ആണ്. രണ്ടും അതിൻ്റെതായ രീതിയാണ്. അപ്പോൾ കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ക്ലിയർ ആയിരുന്നു, ഏരിയാസ്, ജോബ് റോൾസ് എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി എൻ്റെ ഒരു സംശയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കോഴ്സ് പഠിച്ചു, ഓക്കെ, എനിക്ക് അഡീഷണൽ ആയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത്?
ഒരു ലീഡിംഗ് റോളിലേക്ക് നോക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് മുമ്പായിട്ട് നമ്മൾ ഇവിടുന്ന് ഇന്റർവ്യൂ ഗ്രൂമിങ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇന്റർവ്യൂ എങ്ങനെ ഒരു ഇന്റർവ്യൂവിന് പ്രിപ്പയർ ചെയ്യാം, അതുപോലെ റെസ്യൂം എങ്ങനെ പ്രിപ്പയർ ചെയ്യാം, അങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഇവിടുന്ന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് കൂടാതെ തന്നെ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ പറഞ്ഞ പോലെ പ്രസൻറ്റേഷൻ സ്കില്ല്, കമ്മ്യൂണിക്കേഷൻ, നമുക്കറിയാം കമ്മ്യൂണിക്കേഷൻ മിക്കവർക്കും ഇടയ്ക്ക് എന്താ പറയുക ഒരു സംസാരിക്കുമ്പോൾ ഫ്ലുവൻസി കുറവാണ്. അപ്പോൾ അതിനുള്ള കാര്യങ്ങൾ, പിന്നെ സോഫ്റ്റ് സ്കിൽസ് ട്രെയിനിങ്, ഇതെല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് കൂടാതെ കോഴ്സ് ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് ഒരു ജോലി കണ്ടെത്തുക എന്ന് പറയുന്നത് പലപ്പോഴും മിക്ക ഇൻസ്റ്റിറ്റ്യൂട്ടുകാർ ചെയ്യുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കുട്ടികളുടെ മാത്രം റെസ്പോൺസിബിലിറ്റി ആയിട്ടങ്ങ് മാറുകയും ചെയ്യും. ഇപ്പോൾ നമുക്കറിയാം, നമ്മൾ കുട്ടികളുടെ അടുത്ത് ലൈക്ക് ഇന്നത് പഠിക്കണം, ഇങ്ങനെ നിങ്ങൾ പെരുമാറണം, അല്ലെങ്കിൽ ഒരു ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ നിങ്ങൾ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്, ഇന്ന സ്കിൽസ് അക്വയർ ചെയ്യണം, ഒരുപാട് ഡിസ്കഷൻസും കാര്യങ്ങളെല്ലാം നടന്നിട്ട് ഏറ്റവും അവസാനം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പൊസിഷനാണ് ഈ റൈറ്റ് ആയിട്ടുള്ള സിറ്റുവേഷൻസിലേക്ക് കുട്ടികളെ എത്തിക്കുക. അതായത് ഇന്ന സ്ഥലങ്ങളിൽ വേക്കൻസീസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് എത്തിക്കുക. അപ്പോൾ ഒരു പ്ലേസ്മെൻറ്റിൻ്റെ ഒരു ഹെൽപ്പ്, ഒരു അസിസ്റ്റൻസ് എത്രത്തോളം നമുക്ക് ഈ കോഴ്സിൽ എനിക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും? നമ്മളിവിടുന്ന് 100% പ്ലേസ്മെന്റ് സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിൽ 80% നമ്മൾ കൺഫേംഡ് ആയിട്ടുള്ള വേക്കൻസിയിലേക്കാണ് അവരെ നമ്മൾ അയക്കുന്നത്. ബാക്കി നമുക്കറിയാം മാനേജറിയൽ ലെവൽ ഒരു വേക്കൻസിയാണ് എല്ലാം. അതുകൊണ്ട് തന്നെ ബാക്കി 20% എന്ന് പറയുന്നത് അവരുടെ പെർഫോമൻസ്, അത് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അവരുടെ പെർഫോമൻസ്, അവരുടെ സ്കില്ല്, അവർ ഇൻ്റർവ്യൂ എങ്ങനെ ഫേസ് ചെയ്യും, അതൊക്കെ അതിൽ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ 20% നമ്മൾ ഓൾറെഡി അവർക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതിനുള്ള സ്കില്ല് അക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അഡീഷണൽ സ്കിൽസ്, കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ്, അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സോഫ്റ്റ് സ്കില്ല്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഈ വേർഡും കാര്യങ്ങളൊക്കെ ഇതൊക്കെയാണ് മെയിനായിട്ട് ഈ ഒരു മാനേജർ ലെവലിൽ വരുമ്പോൾ ചോദിക്കുന്ന സ്കിൽ എന്ന് പറയുന്നത്. അപ്പോൾ അതും നമ്മൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ എന്താ പറയുക, മൊത്തത്തിൽ പറയുമ്പോൾ ഒരു ഇൻ്റർവ്യൂ വരുമ്പോൾ അവസാനം ആ ഇൻ്റർവ്യൂവറും കാൻഡിഡേറ്റും മാത്രമാണ്. അപ്പോൾ അവിടെ അവരെങ്ങനെ പെർഫോം ചെയ്യുന്നു എന്നുള്ളതാണ് ബാക്കി ഫുൾ സപ്പോർട്ട് നമ്മളവിടുന്ന് കൊടുക്കുന്നുണ്ട്. +2 ഡിഗ്രി ഒക്കെ കഴിഞ്ഞ് ഇനി അടുത്ത് എന്ത് സ്റ്റെപ്പ് എന്ന് ആലോചിച്ചിരിക്കുകയായിരിക്കില്ല നിങ്ങൾ? അതൊരു മേജർ കരിയർ ഗ്യാപ്പ്, അല്ലെങ്കിൽ നമ്മളൊരു പൊസിഷനിൽ തന്നെ നിന്നിട്ട് അവിടെ ഒരു പ്രൊമോഷൻ ഇല്ല, ഒരു സാലറി ഹൈക്കില്ല, ഈ സിറ്റുവേഷനിലൊക്കെ ആണെങ്കിൽ അതിൽ ഏറ്റവും നല്ലൊരു ബെസ്റ്റ് ഓപ്ഷൻ ആയിരിക്കും ഈ ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ എന്നുള്ളതാണ് ഞാൻ റംസീനായിട്ടുള്ള ഒരു ഡിസ്കഷനിൽ നിന്ന് മനസ്സിലായത്. അപ്പോൾ 2 മാസം കൊണ്ട് ഒരു കോഴ്സ് പഠിച്ച് നിങ്ങളൊരു കരിയർ ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു കരിയറിൻ്റെ നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആദ്യം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് സ്റ്റഡീസ് പ്രൊവൈഡ് ചെയ്യുന്ന ഈ കോഴ്സ് ഒരു റൈറ്റ് ഓപ്ഷൻ തന്നെയായിരിക്കും. അപ്പോൾ നമുക്ക് വേണ്ടി ഇത്രയും നേരം ടൈം സ്പെൻഡ് ചെയ്ത റംസീനയ്ക്ക് താങ്ക് യു സോ മച്ച്.